ഇത്തവണത്തെ ഓണം പൊളിമൂടാണെന്ന് പറയുകയാണ് മലബാറുകാർ. ഓണം വൈബ് അടിപൊളിയാക്കാൻ അവസാന നിമിഷത്തെ ഉത്രാടപ്പാച്ചിലിനായി ആയിരങ്ങളാണ് കോഴിക്കോട് മിഠായിത്തെരുവിലേക്ക് ഒഴുകിയെത്തിയത്. മിഠായിത്തെരുവിൽ നിന്നും ഉത്രാടപ്പാച്ചിലിന്റെ തിരക്ക് പങ്കുവച്ച് റിയാസ് കെ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഏത് മൂഡ്? ഓണം മൂഡ്, പൊളി മൂഡ്. പക്ഷേ മലബാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഉത്രാട ദിനത്തിലും കനത്ത മഴ വിവിധ മേഖലകളിൽ, ഈ കോഴിക്കോടെല്ലാം തന്നെ രാവിലെ ശക്തമായ മഴയായിരുന്നു. ഇപ്പോഴിതാ ഒരു മഴയ്ക്കൊരു ഇടവേള കിട്ടിയിട്ടുണ്ട്. ഈ ഇടവേളയിൽ ഓണത്തിനുള്ള അവസാന വട്ട ഒരുക്കങ്ങൾ, സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു ഉത്രാടപ്പാച്ചിലാണ് ജനങ്ങളുള്ളത്. മലബാറിൻ്റെ മറ്റു മേഖലകളിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വയനാട്ടിലും എല്ലാം തന്നെ മഴ ശക്തമായി പെയ്യുന്നു എന്ന റിപ്പോർട്ടുകളുമുണ്ട്. അങ്ങനെ ഒരു മഴ വൈബിലുള്ള ഒരു ഓണം കൂടിയാണ് ഇത്തവണ മലബാറിനുള്ളത്. എന്തായാലും ഇതാ നമുക്ക് കാണാം, ഒരുപാട് ആളുകൾ ഇങ്ങനെ ഓണ സാധനങ്ങളുമായി വാങ്ങി വരും. ഓണത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തി. അടിപൊളിയായി, ഗംഭീരം. ഏത് മൂഡ്? നല്ല മൂഡ്, ഓണം മൂഡ്. ശരി, എല്ലാ സാധനങ്ങളും എല്ലാ ഒരുവിധ സാധനങ്ങളൊക്കെ വാങ്ങി ഗംഭീരാക്കി തരാൻ വേണ്ടിട്ട് നിങ്ങളെ ചാനലും ഇന്നിപ്പോ ഉണ്ടല്ലോ, കേരള വിഷൻ ന്യൂസ് ഉണ്ടല്ലോ. ഓക്കെ, എങ്ങനെയാ പിന്നെ ഓണം? അടിപൊളി. അപ്പോൾ ഇതാ രണ്ട് ദമ്പതികളാണ് ആദ്യം തന്നെ നമ്മൾ കണ്ടത്. അവർ ഏത് മൂഡ്? ഓണം മൂഡിലാണ്. ഇപ്പോൾ നമുക്കിവിടെ പല ആളുകൾ സാധനങ്ങളുമായിട്ട് വരുന്ന ആള്. സാധനങ്ങളൊക്കെ എടുത്താ? ഓണം തകർക്കാണല്ലേ? ഓ, അടിച്ചുപൊളി. എങ്ങനെയാ ഓണമല്ല? എങ്ങനെയാ? ഒരു പാട്ട് പാടിയാലോ? തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. എന്താ പേര്? അഞ്ജന. എവിടെയാ വീട്? വീട് കുണ്ടുപറമ്പ്. കുണ്ടുപറമ്പല്ലേ? അപ്പൊ അഞ്ജന കുണ്ടുപറമ്പ് നന്നായി പാടി. അപ്പൊ ഹാപ്പി ഓണം തകർക്കണം അല്ലേ? സംഗീതം പഠിക്കുന്നുണ്ട്? പണ്ട് പഠിച്ചിട്ടുണ്ടേ ചെറുതിൽ. നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ റീൽസിൽ ട്രെൻഡിങ് ആകുന്നത് നമ്മുടെ പോലീസുകാർ തന്നെയാണ്. അവര് ഓണമൊക്കെ തകർക്കാണ് അല്ലേ? ഏത് റീല് എടുത്തു നോക്കി കഴിഞ്ഞാൽ പോലീസുകാർ വരുന്നു, മേലേക്ക് ഒരു യൂണിഫോം മാറ്റിയിട്ട്. കണ്ടില്ലേ? അത് കണ്ടില്ലേ? എങ്ങനെയുണ്ട് ഓണം? എങ്ങനെയുണ്ട് ഓണം? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. നിങ്ങൾ റീൽസ് ഞങ്ങൾ റീൽസിനുള്ള ടൈം ഇട്ടില്ല. ടൗൺ സ്റ്റേഷൻ ആയതുകൊണ്ട് വളരെ എങ്ങനെയുണ്ട് ഓണം ഇത്തവണ? വീട്ടിലാണോ അല്ല ഡ്യൂട്ടിയിലാണോ? വീട്ടിലും ഡ്യൂട്ടി എല്ലാം കൂടിയാണ് ഓണം. ഇന്നിപ്പം ഡ്യൂട്ടിയാണ്, നാളെ ഇപ്പം സ്ഥിതി അറിയാലോ എന്താണെന്നുള്ളത്. മൃദുഭാവേ ദൃഢഗതി. അതെ അതെ അതെ. എങ്ങനെയുണ്ട് പിന്നെ? കൊടികളൊക്കെ വാങ്ങി, എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി? അത്യാവശ്യം വാങ്ങി. അപ്പോൾ ഹാപ്പി ഓണം. യെസ്. ഇപ്പോൾ നമുക്കിവിടെ കാണാം, ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാം, ഒരുപാട് പേര് ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി മിഠായി തെരുവിലേക്ക് വരികയാണ്. മിഠായി തെരുവിൽ ഇതാ കച്ചവടം പൊടി പൊടിക്കുകയാണ്. ഏതെടുത്താലും ഒരു വില, ചെറിയ വില. ഓണ സ്പെഷ്യൽ ഓഫർ. ആകാശം കാണാത്ത നീല, ഭൂമി കാണാത്ത പച്ച, ആമസോൺ കാർഡുകളിൽ കാണുന്ന റെഡ്. ഒന്നുകൂടി പറഞ്ഞേ. ആകാശം കാണാത്ത നീല, ഭൂമി കാണാത്ത പച്ച, ആമസോൺ കാർഡുകളിൽ കാണുന്ന റെഡ്. കടന്നു വരൂ. ഏതെടുത്താലും പൈസ ഇവർ പറയും. ചുരുങ്ങിയ വില. അതെ, ചുരുങ്ങിയ വില. ആദായ വിൽപ്പന. ഇത് തന്നെയാണ് SM സ്ട്രീറ്റിന്റെ ഒരു പ്രത്യേകത. കാരണം ആദായ വിൽപ്പനയിലെ സാധനം കിട്ടുന്നു എന്നുള്ളതാണ്. അത് ചെറിയ വില മുതൽ വലിയ വില വരെയുള്ള സാധനങ്ങൾ കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു അതുണ്ടോ ആൾക്കൂട്ടം. ഈ ഒരു ഇപ്പോൾ മഴ മാറി നിന്ന് വെയിൽ വന്നപ്പോഴും ആൾക്കൂട്ടത്തിന് ഒരു കുറവുമില്ല. എങ്ങനെയുണ്ട് ഓണം? എങ്ങനെ? ഓണം അടിപൊളി, സൂപ്പർ. ഫാമിലിയായിട്ട് ഇറങ്ങി കറങ്ങാൻ. സാധനമൊക്കെ വാങ്ങിയ? കുറച്ച് കാശുള്ള അനുസരിച്ച് മേടിച്ചു. എവിടെ? തൃശ്ശൂർ. അപ്പൊ 8-ാം തീയതി പുലികളിയാണ്, നമുക്ക് പൊളിക്കണ്ടേ? പിന്നല്ല, റൗണ്ടിലുണ്ടാവും. അപ്പൊ കേരള വിഷൻ ന്യൂസ് അവിടെ തകർക്കാനുണ്ട്. പിന്നെ ഓണത്തിന്റെ എങ്ങനെ? ഈ പിന്നെ SM സ്ട്രീറ്റിൽ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് വരണം. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ആദ്യമായിട്ട് വന്ന ആളുടെ അനുഭവം പറ. ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളൂ. ഒരു സ്ഥലത്ത് ഒരു ഡ്രസ്സൊക്കെ മേടിച്ചു. അങ്ങനെ കാണാൻ വന്നേക്കാ മൊത്തം. ഞങ്ങൾ ഒല്ലൂര്. അപ്പൊ പുലികളിയുടെ ഒരു ആസ്ഥാന ഇതും കൂടി അല്ലേ? അതെ, തീർച്ചയായിട്ടും. അന്ന് അവിടുന്ന് കാണണം നമുക്ക്. അപ്പൊ ഓക്കെ, ഹാപ്പി ഓണം. ഓക്കെ. അപ്പൊ തൃശ്ശൂരുകാരാണ് ഇങ്ങനെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യര് ഇവിടെ ഈ SM സ്ട്രീറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് വരാറുണ്ട്. SM സ്ട്രീറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ്, മിഠായി തെരുവ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരിട്ട പേരാണ് SM സ്ട്രീറ്റ് എന്നുള്ളത്. ആ മിഠായി തെരുവിലേക്ക് ആളുകൾ ഒഴുകി വരികയാണ്. ഉത്രാടപ്പാച്ചിലിന്റെ ഏറ്റവും നല്ല ഒരു സൗന്ദര്യമൊക്കെ കാണണമെങ്കിൽ SM സ്ട്രീറ്റിലേക്ക് തന്നെ വരേണ്ടതുണ്ട്. എന്നിട്ട് പൂക്കളൊക്കെ വാങ്ങിയോ? എന്താ ഉള്ളേ ഇതിനകത്ത്? ഒരുപാട് ഡ്രസ്സുകളാണ്. അടിപൊളി. ഖാദിയാണല്ലേ? അതാ കണ്ട,
ഈ ഒരു ഖാദിയുടെ പ്രചരണം കൂടി ആവട്ടെ നമ്മുടെ അല്ലേ ഒരു ഖാദി ഗ്രാമോദ്യോഗ എംപോറിയം. കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ നിന്നും അല്ലേ എന്താ ഖാദി എടുക്കാൻ കാരണം എന്താ? ചൂടുകാലത്ത് ഏറ്റവും നല്ല സുഖമുള്ള സാധനമാണ്. ഞാൻ പണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമായിരുന്നു, ഇപ്പോഴാണൊന്ന് മാറിയത്. അതെ, നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ കിട്ടുന്നതിനെ കൊണ്ട് വീട്ടുകാർ കൂടെ തീരം നടക്കുന്നുണ്ട്. പക്ഷേ ഖാദിന്റെ കുറച്ച് വില കൂടും, എന്നാലും ഇടാൻ നല്ല സുഖമാണ് ചൂടത്ത്. ശരി, ഓണം തകർക്കാം. ഓണം നല്ല ഉഷാറല്ലേ, സെറ്റപ്പ്. അപ്പോൾ ഖാദി ബോർഡിന്റെ ഗവൺമെന്റിൽ നിന്ന് ആ പൈസ വാങ്ങിക്കാല്ലേ നമുക്ക്. ഖാദി ബോർഡിന്റെ ഒരു പരസ്യം കൂടി ഇതിനിടയിൽ പോയിട്ടുണ്ട്. ഇതാ ആളുകൾ ഇങ്ങനെ ഓണം എങ്ങനെ അടിപൊളി തകർക്കാൻ തന്നെ വാങ്ങി പോവാണ്. ഓണം അടിപൊളി 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 ഉഷാറായി. പിന്നെ നല്ല ഉഷാറായിട്ട് പോകണു. നല്ല സെലക്ഷനൊക്കെ ഉണ്ട്. നല്ല ഒരുപാട് വിലക്കുറവുണ്ട്. നന്നായിട്ട് ഉഷാറായിട്ട് പോകുന്നു. ഇതാണ് എസ്എംസിയിൽ ഇന്ന് തകർത്തോണം, വന്നോണം, വിരുന്നോണം. ഉഷാർ. എന്താ പേരെന്താ? ആദിലക്ഷ്മിയാണോ? ആദിലക്ഷ്മി സുന്ദരോ? ലക്ഷ്മിജിത്ത്. പാട്ട് പാടുവോ? ഇല്ലല്ലേ. ഓണം അടിച്ചു വിളിക്കണ്ടേ? ഉഷാറാന്നറിയ. ഒരു ഹൈഫൈ തരുമോ? യെസ്, ഓക്കെ. ഒരു ഹൈഫൈ കിട്ടി. ആദിലക്ഷ്മിയുടെ വക ഒരു ഹൈഫൈ ഒക്കെ കിട്ടിയിട്ടാണ് ഇന്നത്തെ ഓണം നമ്മൾ തകർക്കുന്നത്. വെയിൽ ഇപ്പോൾ ശക്തമാണ്. രാവിലെ ശക്തമായ മഴയായിരുന്നു, ഇപ്പോൾ വെയിലാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് മഴ പെയ്യുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ വെയിലൊന്നും വകവയ്ക്കാതെ ആളുകളിങ്ങനെ തകർത്ത് വരികയാണ്. എങ്ങനെയാ വിലക്കുറവുണ്ടോ? വിലക്കുറവുണ്ട്, നല്ല വില കുറവാണ്. പിന്നെ എങ്ങനെ ഓണത്തിനുള്ള കച്ചവടം? ഓണാണ് യഥാർത്ഥ സീസൺ. യഥാർത്ഥ സീസൺ ഓണാണ്, കുഴപ്പമില്ല, കച്ചവടമുണ്ട്. ഇത്തവണ നേരത്തെ ആളുകൾ വന്നല്ല, ഉത്രാട ദിനത്തിലുള്ള നേരത്തെ ആൾക്കാരുണ്ട്. യെസ്, ഉണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ ഉഷാറായി ഓണം കഴിക്കും. അപ്പോൾ ഹാപ്പി ഓണം. യെസ്, ഓക്കെ. ഇവർ ഓണം പൊടി പൊടിക്കുകയാണ്. കച്ചവടക്കാരെ സംബന്ധിച്ചും ഈ ഓണക്കാലം എന്ന് പറയുന്നത് അവരുടെ വലിയൊരു സീസണാണ്. ഇവിടെ നമുക്ക് ഈ വാങ്ങി വരുന്ന ആളുകളെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഒരുപാട് ആളുകൾ ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാനും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഇപ്പോൾ വരുന്നുണ്ട്. രാജി, ഹാപ്പി ഓണം. എങ്ങനെയാ ഓണത്തിന് എല്ലാ സാധനമൊക്കെ എടുത്തോ? എല്ലാം വാങ്ങിച്ചു. ഇനിയിപ്പോ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയതാണ്. അതെ. ഓണത്തിന് എന്താ പരിപാടി? ഓണത്തിന് വീട്ടില് സന്തോഷം, കുടുംബസമേത ഓണാഘോഷം. സാധാരണ രാജി ഇങ്ങനെ സാരി ഒന്നും എടുത്ത് കാണാറില്ല. ഓണമൊക്കെ അല്ലേ, ഒരു മൂഡ്, ഓണം മൂഡ്. അതെ, രാജി നമ്മുടെ മാതൃഭൂമിയിലെ ലേഖികയാണ് രാജി. എന്തായാലും ഓണം തകർക്കുക. റിപ്പോർട്ടിങ്ങിന് ഇറങ്ങിയാണോ സാധനം വാങ്ങുന്നത്? അപ്പോൾ ഹാപ്പി ഓണം. ഓക്കെ, ഹാപ്പി ഓണം. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ്. കാരണം അവരും നമ്മളെപ്പോലെ തന്നെ ഓണം ആഘോഷിക്കാൻ ഈ തിരക്കിനിടക്ക് ഓണം ആഘോഷിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് അവരെ കണ്ടുമുട്ടുമ്പോൾ. എത്ര വർഷമായി ഇങ്ങനെ ഈ ജോലി ചെയ്യുന്നു? നമ്മൾ 8 വർഷമായി. വെറുതെ അല്ലല്ലോ ഇങ്ങനെ നല്ല വാചകങ്ങൾ ഇങ്ങനെ എന്താ ഒന്ന് പറയോ? ഓണത്തിനാണ് ആളുകൾ കൂടുതൽ. അപ്പൊ എല്ലാവരും അപ്പൊ ഹാപ്പി ഓണം കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു കുടുംബസമേത ആളുകൾ വരുന്നത്. എങ്ങനെ ഓണമൊക്കെ അടിച്ചു പൊളിക്കുന്നത്? എവിടെ നിന്ന് വരുന്നു? ഞാൻ കൊല്ലം. സ്ലാങ് ഒന്ന് നമ്മുടെ ക്യാമറയ്ക്ക് ഒന്ന് ഫേവർ ചെയ്തു. എന്താ പേരെന്താ? അജ്മൽ. കൊല്ലത്ത് എവിടെയാ? കൊല്ലം പുനലൂർ. ഓ, പുനലൂര്. എന്താ മോന്റെ പേരെന്താ? അർമാൻ മാലിക്. മാലിക്. എത്ര? 2 വയസ്സ്? 2 വയസ്സ്. 2 വയസ്സ്, വെറുതെ. അപ്പോൾ ഓക്കെ, ഹാപ്പി ഓണം. നമുക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തിരക്കിനിടയിൽ പോലീസ് ഈ തിരക്ക് നിയന്ത്രിക്കാൻ നന്നായി പാടുപെട്ട് പോലീസ് ജീപ്പിന് പോലും വരാൻ പറ്റാത്ത രീതിയിൽ പോലീസ് ഇങ്ങനെ ഒഴുകി വരുന്ന പോലുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പോലീസ് അവിടെ രാധാ തിയേറ്ററിലേക്ക് അവരുടെ വണ്ടി കയറ്റി വെക്കുകയാണ് തൽക്കാലം. കാരണം ഇവിടെ തിരക്ക് നിയന്ത്രിക്കണമെങ്കിൽ തൽക്കാലം വണ്ടികളടക്കം ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇവിടെ ഒരുപാട് ആളുകളെ നമ്മൾ ഇനിയും കാണുന്നുണ്ട്. ഈ ഉത്രാടപ്പാച്ചിലിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളുമായിട്ട് പോകുന്ന ആളുകളെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ സാധനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള തിരക്കാണ്. വാങ്ങാനും സാധനങ്ങൾ എന്താ ബ്രാൻഡഡ് ടീഷർട്ടൊക്കെ വില കുറച്ച് കൊടുക്കാൻ അപാര വില കുറവിലാണ്. ഇപ്പോൾ ആളില്ലാത്ത നോക്കണ്ടെങ്കിൽ രാവിലത്തെ മഴയാണ് പ്രശ്നം. ആ മഴ പെയ്തതിനും കൂടെ ആൾക്കാർക്ക് ചടപ്പായി. പിന്നെ ഇപ്പോൾ മഴ പോയി വരും. ഉച്ചൻ്റെ ദിവസം പൂരായിരിക്കും. അപാര ജനായിരിക്കും. മണ്ണിട്ടാ തൊഴിൽ അമ്മാരി ജനായിരിക്കും. എന്നാലും ഓണം തകർക്കും. ഹാപ്പി ഓണം. അതാണ് ആ ഒരു ആത്മവിശ്വാസമാണ് പുള്ളി. കാരണം എന്താ പറയാൽ മഴ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മഴ ശക്തമായിരുന്നു. പക്ഷേ ഒരു നല്ല ഹാപ്പിയിൽ തകർക്കും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയത്. എങ്ങനെ ഓണമൊക്കെ അടിപൊളി സാധനമൊക്കെ വാങ്ങിയ ആരാ പാട്ട് പാടുന്ന? ആരുമില്ല. പാട്ട് പാടുന്ന ഒരു ചേച്ചി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉത്രാടപ്പാച്ചിലിൻ്റെതല്ലേ
എന്താ പേരെന്താ? രജനി. അപ്പൊ രജനി മാവൂര് നമുക്ക് വേണ്ടി ഒരു നല്ല ഓണപ്പാട്ട് തന്നെ ആയാലോ? ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ ഓർമ്മകൾ മേയും കാവിൽ ഒരു തിരിവയ്ക്കൂ നീ മിഴികൾ പടർത്താൻ വാ മൊഴികൾ പകർത്താൻ വാ. കലക്കി രജനീച്ചി. അപ്പൊ ഹാപ്പി ഓണം. ഓക്കെ, ഹാപ്പി ഓണം. രജനീച്ചിയുടെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടോടുകൂടി നമുക്ക് എന്താ പറയുക, ഈ ഉത്രാടപ്പാച്ചിലിൻ്റെ 1-2 പേരുടെ വിശേഷങ്ങൾ കൂടി കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഒരു പരിപാടി വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. പറയൂ എന്താണ്? അനാഥരല്ല ഗുണ്ടകളാണ്. ഗുണ്ടകളാണോ? ഇത്രയും പാവപ്പെട്ട ഗുണ്ടയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അതല്ല, എങ്ങനെയാ ഗുണ്ടകളുടെ ഓണാഘോഷം എങ്ങനെയാ? ഗുണ്ടകള് സമാധാനത്തിൽ ഓണാഘോഷിക്കാൻ. ഏത് മൂട്? ഓണമൂട്. എന്തായാലും എല്ലാവരും പറയുന്നത് തന്നെയാണ്, ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് വാചകം അത് തന്നെയാണ്, ഏത് മൂട് പൊളിമൂട് എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ മുണ്ടെടുക്കാൻ വേണ്ടി വന്ന ആളുകളുടെ വലിയൊരു തിരക്ക് നമുക്ക് ആ കടയിലേക്ക് കാണാം. കാരണം ഓണക്കാലത്ത് മുണ്ട് എന്ന് പറയുന്ന മലയാളി വേഷം എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മുണ്ടുകൾക്കെല്ലാം തന്നെ ഈ ഒരു ഓണക്കാലത്ത് മലയാളി അല്ലേ മുണ്ടിന് ഭയങ്കര ആവശ്യക്കാരല്ലേ? അതെ അത്യാവശ്യം. സിംഗിൾ ഉണ്ട്, ഡബിൾ ഉണ്ട്, എല്ലാം. പിന്നെ ഇത്തവണ ട്രെൻഡിങ് ആയ മുണ്ട് എന്തെങ്കിലും ഉണ്ടോ? ഈ ഐറ്റം ഒന്ന് കാണിച്ചേ. ഓണം ദ വേടൻ സ്പെഷ്യൽ. ഓണം സ്പെഷ്യൽ. ഓണത്തിന് ഇറക്കിയതാണ്. അങ്ങനെ ഓണം സ്പെഷ്യൽ. ഇങ്ങനെ ഒരു വൈറ്റ് കരയുള്ള ഈ മുണ്ടാണ് അല്ലേ? അതെ. എങ്ങനെ സാധനമൊക്കെ എടുത്തോ? എടുത്തോണ്ടിരിക്കണം. എവിടെയാ വീട്? എവിടെയാ വീട്? കടിയങ്ങാട്, കോഴിക്കോട്. കോഴിക്കോട് തന്നെയാണ്. അപ്പോൾ ഇവർ സാധനങ്ങളൊക്കെ എടുത്ത് ഈ ഏറ്റവും കൂടുതൽ ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ട്രെൻഡിങ് മുണ്ടിന് വേണ്ടിയിട്ടാണ് ആളുകൾ കൂടുതലായിട്ട് ഇത്തവണ മുണ്ടിൻ്റെ കാര്യത്തിൽ അതാണ് ട്രെൻഡ് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ ആളുകൾ നമുക്ക് ഈ ഒരു അകലെയുള്ള ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് കാണാം ആളുകളിങ്ങനെ അങ്ങോട്ടേക്ക് അവസാനത്തെ ഒരുക്കത്തിനും സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഈ ഉത്രാട ദിനത്തിൽ ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ച, വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഇങ്ങനെ ഒഴുകി പോവുക എന്ന് പറയുന്നത് തന്നെ വളരെ രസകരമായൊരു അനുഭൂതിയാണ്. ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങി അല്ലേ? ഈ കുറേ സാധനങ്ങളുണ്ടല്ലോ അല്ലേ? കുറേ സാധനങ്ങളുണ്ട്. നാളെ വീട്ടിലേക്ക് വന്നാലോ? അതെ, നാളെ വീട്ടിലേക്ക് തീർച്ചയായും വരണം. എവിടെ വീട്? ഞങ്ങൾ പരപ്പനങ്ങാടി വരെ വരണം. മലപ്പുറത്ത് വരെ വരണം. ഒരുപാട് ആളുകൾ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഓണത്തിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഓണം ഇനിയും പൊളിക്കുക, തകർക്കുക. നമ്മൾ ഈ പറയില്ലേ ഉള്ളത് കൊണ്ട് ഓണം പോലെ, അങ്ങനെ തകർത്ത് എന്താ പറയുക, നമ്മൾ ഈ ഓണം ആഘോഷിക്കുക. നമ്മുടെ ചുറ്റുപാടുള്ളവരെ കൂടി പരിഗണിക്കുക, അവരുടെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ളതാവട്ടെ നമ്മുടെ ഓണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. വിത്ത് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കട, ഞാൻ റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.